വല്ലാതെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഉമേഷ്. എന്ത് പറയാനാണ്, എന്ത് ചോദിക്കാനാണ്? സ്മിത, ഒരുപക്ഷെ ഈ മകൻ കൊലപാതകത്തിൽ മരിച്ചവരുടെ ഖബറിടത്തിലെത്തിയ അബ്ദുൾ റഹീം, വൈകാരികമായ രംഗങ്ങളാണ് അവിടെ ഉണ്ടായത്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്തിയത്. സഹോദരിയെ കണ്ടപ്പോഴുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് ഷിജു വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജു, അനൂപ്, വൈകാരികമായ ഒരു കാഴ്ചയാണ്. തന്റെ ഉറ്റവർക്കടികിലേക്ക് എത്തി ഖബറിടത്തിൽ പൊട്ടിക്കരയുന്ന അബ്ദുൾ റഹീമിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം കഴിഞ്ഞ 7 വർഷം മുൻപ് പോയപ്പോഴുണ്ടായിരുന്ന ഉറ്റവരെല്ലാം ഒരടുത്തടുത്തായുള്ള ഖബറിടം തീർത്തിരിക്കുകയാണ്. അവരുടെ അബ്ദുൾ റഹീമിന്റെ പ്രിയപ്പെട്ട ഇളയ മകൻ അഫ്സാൻ, ഒപ്പം ഉമ്മ ആസിയാബി, സഹോദരൻ ലത്തീഫ്, ഒപ്പം തന്നെ സഹോദരന്റെ ഭാര്യ അടക്കമുള്ള 4 പേരുടെ ഖബറിടം, അടുത്തടുത്ത ഖബറിടം. ആ ഖബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വിങ്ങി നിൽക്കുന്ന അബ്ദുൾ റഹീമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്ദുൾ റഹീമിനെ സംബന്ധിച്ച് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ആദ്യം വന്ന് കുഞ്ഞ് അഫ്സാന്റെ മൃതദേഹം അടക്കിയ സ്ഥലമാണ് അദ്ദേഹം അന്വേഷിച്ചത്. ആ ഖബറിടത്തിലേക്ക് അബ്ദുൾ റഹീമിനെയാണ് കണ്ടത്. അതിനുശേഷം അദ്ദേഹം ഓരോരുത്തരുടെ മൃതദേഹത്തിലും പ്രാർത്ഥിച്ചു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം കുഞ്ഞ് അഫ്നാന്റെ മൃതദേഹത്തിന്റെ അടുത്തേക്ക്, ഖബറിടത്തിനടുത്തേക്ക് തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം പോയി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ഖബറിടം വിട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ലോകത്ത് ഇത്രയധികം മനപ്രയാസം അനുഭവിച്ച മാതാപിതാക്കൾ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ അഫാന്റെ ഉപ്പയുടെ, അദ്ദേഹം വിദേശത്താണ്. ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഒന്ന് സഹായിക്കാൻ പോലും, അല്ലെങ്കിൽ മരണത്തോട് മല്ലടിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ, അവസാനം ഒരു നോക്ക് പോലും കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലാകുമ്പോൾ അഫാന്റെ ഉപ്പയുടെ ആ മനസ്സ് നമ്മൾ ആലോചിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം എത്രയോ വേദനാജനകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അവസ്ഥകളിൽ നിന്ന്, ഭയാനകമായ കാര്യങ്ങളിൽ നിന്ന് പടച്ചോൻ നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ആ ഉപ്പ ഖബറിടം ഇങ്ങനെ സന്ദർശിക്കുമ്പോൾ മനസ്സ് വിങ്ങിപ്പൊട്ടി ശരിക്കും. കാരണം തൻ്റെ മകൻ കാരണത്താൽ, അതും ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത തൻ്റെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ പിതാവിന് ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിപ്പോഴും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ആ പൊന്നു പിതാവുണ്ടായിരിക്കുക. അള്ളാഹു എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്നറിയാത്ത, എന്തിനാണ് തങ്ങളെ കൊന്നത് എന്നറിയാതെ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞ അഫാന്റെ കുടുംബങ്ങൾക്ക്, ആ ഉപ്പയുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അവരുടെ ഖബർ ജീവിതത്തെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രമേ, പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലോ, നമ്മുടെ കുടുംബത്തിലോ, നമ്മുടെ വീട്ടിലോ ഇത്തരം ഒരു അവസ്ഥ വരികയില്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? കാരണം അഫാനെ തന്നെ എടുത്തു നോക്കുമ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല. ഇതുവരെ ആരെയും ആക്രമിക്കുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരുത്തൻ ലഹരിയുടെ അടിമയായിക്കൊണ്ട് പെട്ടെന്നുള്ള ലഹരിയുടെ പിടുത്തത്തിലൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, അന്വേഷണങ്ങളൊക്കെ നടത്തി വരുന്നതേയുള്ളൂ. ലഹരി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളും ഇത്തരത്തിലുള്ള വേണ്ടാത്ത, അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തെറ്റുകുറ്റങ്ങൾ എങ്ങനെ ചെയ്യുകയില്ല എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുക? നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് ദുആ മാത്രമാണ്. റബ്ബേ, മക്കളെ നന്നാക്കണേ തമ്പുരാനെ. ആളുകളുടെ മുന്നിൽ മോശത്തരമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ, മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴുന്ന, എല്ലാവരുടെ മുന്നിലും വളരെ ദയനീയമായ അവസ്ഥ വരുത്തുന്ന ഒരു കാരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് റബ്ബിനോട്, അങ്ങനെ കാരണങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.